കുണ്ടന്തടം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനവും മോട്ടിവേഷണൽ ക്ലാസും സംഘടിപ്പിച്ചു. അനുമോദന യോഗം ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി സന്തോഷ് കുട്ടികൾക്ക് മോട്ടിവേഷണൽ ക്ലാസ് എടുത്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ലിജിമോൻ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു, നേതാക്കന്മാരായ സലീം തേക്കാട്ടിൽ, ഉഷ മുരളി, റോമി പി ദേവസ്യ, ജിജി ജോസഫ്, തോമസ് കൈപ്പനാനിയിൽ, പി പി ബാലകൃഷ്ണൻ, വി വി ദാമോദരൻ, ടി വി ബാലൻ, പി പി പ്രണവ്, പി മിഥുൻ എന്നിവർ പ്രസംഗിച്ചു.
മാറ്റവും അങ്ങനെ ഒരുപാട് കാരണങ്ങളാലാണ് നമ്മൾക്കത് വളരെ പെട്ടെന്ന് ഒരു ദിവസം പോകുന്നതായിട്ട് തോന്നുന്നത്. ഇന്ന് എന്റെ മോൻ പറഞ്ഞു 2 മാസം കഴിഞ്ഞു. വിശ്വസിക്കാൻ കഴിയില്ല. 2 മാസം കഴിഞ്ഞു വെക്കേഷൻ കഴിയുന്നു എന്ന് പറയുന്നത് എത്ര പെട്ടെന്നാണെന്നില്ല. പണ്ടത്തെ നമ്മുടെ കാലത്ത് നമുക്ക് 2 മാസം ഇതിനേക്കാൾ ദൂരം ഉണ്ടല്ലോ അല്ലെങ്കിൽ ദൈർഘ്യം ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോവാറുണ്ട്. പക്ഷെ ഇന്ന് ലോകം അത്രയ്ക്ക് വേഗതയിൽ സഞ്ചരിക്കുന്നു. 1967 അമേരിക്കയിൽ ATM കണ്ടുപിടിക്കപ്പെട്ടത്. നമ്മുടെ പാടിച്ചാലും ചെറുപുഴയൊക്കെയുള്ള ATM കൗണ്ടറുകൾ കണ്ടിട്ടുണ്ടാവും. 1967 ലോകത്തിലെ ആദ്യത്തെ ATM അമേരിക്കയിൽ വരുന്നത്. അത് ഇന്ത്യയിൽ എത്താൻ 1987. ഇന്ത്യയിലെ ആദ്യത്തെ ATM വരുന്നത് 1987. അത് 20 വർഷം കഴിഞ്ഞു. 20 വർഷത്തിന് ശേഷമാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ ഇന്ത്യയിൽ എത്തിയതെങ്കിൽ ഇന്ന് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോൺ അമേരിക്കയിൽ ലോഞ്ച് ചെയ്യുന്ന അതേ നിമിഷം നമുക്ക് ചെറുപുഴയിൽ നിന്ന് വാങ്ങാൻ പറ്റും. അതാണ് ലോകത്തിന്റെ വേഗത എന്ന് പറയുന്നത്. അവിടെയും ഇവിടെയും തമ്മിൽ വ്യത്യാസമില്ലാത്തൊരവസ്ഥയായി. മുമ്പ് നമ്മൾ പറയും ബാംഗ്ലൂരിലത്തെ ഫാഷൻ കേരളത്തിൽ എത്തണമെങ്കിൽ മിനിമം 6 മാസം കഴിയണം. ഇന്ന് അങ്ങനെയല്ല. ബാംഗ്ലൂരിലത്തെ ഫാഷൻ അതേ ദിവസം കേരളത്തിലെത്തും. അത്രമാത്രം ലോകത്തിന്റെ മാറ്റം നേടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ഇനി കുറെ കാലം കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ AC BC AD തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്നൊക്കെയുള്ളത് കുറെ കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ AG BG ആവാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഗൂഗിളിന് മുമ്പുള്ള കാലവും ഗൂഗിളിന് ശേഷമുള്ള കാലവും. ജീവിതം തന്നെ ഗൂഗിളായി മാറുന്ന കാലം. ഗൂഗിളിങ് ഇല്ലാതെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് അടക്കം അറിയാം. ചിലപ്പോൾ മുതിർന്നവരത്ര, കുറച്ച് പ്രായമുള്ളവരത്ര. ഈ പ്രദേശത്തെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ വിജി കൊച്ചാങ്കൽ, കോൺഗ്രസിന്റെ സമുന്നതനായ ആരാധനായ നേതാവ് ശ്രീ വി കൃഷ്ണ മാസ്റ്റർ ഇവിടെ ചുരുങ്ങിയ സമയത്തിൽ ഒരു നല്ല ക്ലാസ് എടുത്തു നൽകിയ ശ്രീ ഡോക്ടർ പി സന്തോഷ്, സ്വാഗതം ആശംസിച്ച എന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ജിജി കൊച്ചുറപ്പിൽ, കോൺഗ്രസിന്റെയും പോഷക സംഘടനകളിലെയും ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം, വാർഡ് ഭാരവാഹികളെ, ഈ കഴിഞ്ഞ പരീക്ഷകളിൽ ഉന്നത വിജയം നേടി ഇന്നത്തെ താരങ്ങളായി മാറിയിട്ടുള്ള, ഭാവിയുടെ പ്രതീക്ഷകളായി മാറിയിട്ടുള്ള പ്രിയ വിദ്യാർത്ഥികളെ, ഇപ്പോൾ നമ്മൾ നേടിയിരിക്കുന്ന വിജയം SSLCയുടെയും അതുപോലെ +2ന്റെയും അതുപോലെ സ്കോളർഷിപ്പ് പരീക്ഷകളായിട്ടുള്ള LSS, USS, NMMS ഈ സ്കോളർഷിപ്പ് പരീക്ഷകളുടെയും ഒക്കെ വിജയം ആഹ്ലാദകരമാണ്. പക്ഷേ ജീവിതം എന്ന മൊത്തം കാര്യം എടുക്കുമ്പോൾ ഈ വിജയം നമ്മളുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ചവിട്ടുപടിയും +2 രണ്ടാമത്തെ ചവിട്ടുപടിയും ആണ് എന്ന് സങ്കല്പിച്ച് പോയാൽ തന്നെ നമ്മൾ ജീവിതത്തിൽ വിജയം നേടുന്നതിന് ഇനിയും ഒട്ടനവധി പടവുകൾ, ചവിട്ടുപടികൾ കയറി പോകേണ്ടതുണ്ട്. ആ പടവുകൾ കയറുമ്പോൾ എന്താണോ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പുലർത്തിയാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് വിജയകരമായി പോകാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ സത്യസന്ധത, മാതാപിതാക്കളോടുള്ള ബഹുമാനം, സഹജീവികളോടുള്ള കരുണ, ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മളുടെ സ്വഭാവത്തിൽ അന്തർലീനമാകേണ്ടതുണ്ട്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പോൾ എന്നെ പോലെയുള്ള രാഷ്ട്രീയക്കാർ, കൃഷ്ണമാഷെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ചില പൊതുവേദികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് പോലുള്ള, ജനപ്രതിനിധികൾ പോലുള്ള പൊതുവേദികൾ അലങ്കരിക്കുന്നതാണ്. അതുപോലെ ഓരോ ഓഫീസിലും നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ ഓഫീസിൽ ഉള്ള ഉദ്യോഗസ്ഥർ, അതുപോലെ ഓരോ രംഗങ്ങളിലും ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെയുള്ള ഉദ്യോഗസ്ഥർ പണ്ട് ചെയ്തിട്ടുള്ള കഠിനാധ്വാനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള തേരോട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ആ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത്. മനസ്സിലാക്കുന്ന ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ പങ്കാളികളാകുന്ന ഒരു സമൂഹത്തെയാണ്. അത് രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ മാത്രം പോരാ, പൊതു സേവകർ മാത്രം വിചാരിച്ചാൽ പോരാ, ഓരോ കസേരയിൽ ഇരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും വിചാരിച്ചാൽ മാത്രമേ, ഓരോ ഉദ്യോഗസ്ഥരും വിചാരിച്ചാൽ മാത്രമേ, സമൂഹത്തെയും ഉദ്യോഗസ്ഥരെ ബന്ധിപ്പിക്കുന്ന ഏജൻസികൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ ഏറ്റവും സത്യസന്ധമായി, ഏറ്റവും ജനകീയമായി, ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വരും തലമുറയെ സൃഷ്ടിക്കുന്നതിന് നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനുള്ള, ഇനിയും ഇവിടെ സംസാരിക്കേണ്ട ആളുകളുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന വഴികളിൽ നിങ്ങളുടെ നാടിനെയും ഈ ജനസമൂഹത്തെയും നിങ്ങൾ പഠിച്ച സ്കൂളിനെയും നിങ്ങളുടെ അധ്യാപകരെയും
നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.